മൂന്നാർ പോകാനായിട്ട് തിരക്ക് കുറഞ്ഞ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു റൂട്ട് പരിചയപ്പെടുത്തട്ടെ. നേര്യമംഗലം എത്തുന്നതിന് കൃത്യം 1 കിലോമീറ്റർ മുന്നേ ഈ കാണുന്ന വലത്തോട്ടുള്ള വഴിയെ തിരിഞ്ഞ ഞാൻ ഈ പറഞ്ഞ റൂട്ടായി. ഈ റൂട്ടിൽ പോകുമ്പം ഒരു വശത്ത് കാടും മറുവശത്ത് ഫുള്ള് മലനിരകളുമാണ് കേട്ടോ. കാടിന്റെ ഭംഗിയെ ആസ്വദിച്ച് ശുദ്ധവായു ശ്വസിച്ച് ഏകദേശം 55 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ. KSEB അണ്ടറിലുള്ള ലോവർ പെരിയാർ ഡാമിന്റെ പ്രൊജക്ട് വഴിയാണ് നമ്മൾ ഇതുവഴി കടന്നു പോകുന്നത്. 1997 ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഡാം നിർമ്മാണത്തിനായി എത്തിയിരുന്ന എഞ്ചിനീയേഴ്സിനും സ്റ്റാഫ്സിനും താമസിക്കാനായിട്ട് ഒരുപാട് കോട്ടേജസ് ഇവിടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാം ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പാമ്പളയിൽ തന്നെ കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. മൺസൂൺ കാലം അല്ലാത്തതിനാൽ വെള്ളം കുറവായിരുന്നെങ്കിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഈ കാണുന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ കരയിലുള്ള ഒരു കോട്ടേഴ്സാണ് കേട്ടോ. ഈ കാണുന്നതാണ് ലോവർ പെരിയാർ ഡാം. ഇവിടേക്ക് ഫോട്ടോഗ്രാഫിയും പ്രവേശനവും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഡാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പം ഞാൻ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ട് കേട്ടോ. അന്നേരം പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. കാടിൻ്റെ നടുവിലൂടെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ബുള്ളറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കാണുന്നതാണ് നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. 1961 ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പള്ളിവാസൽ, സെങ്കളം എന്നിവിടങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വരുന്ന വെള്ളം ഈ പെൻസ്റ്റോക്സ് വഴി ഇവിടെ എത്തിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത്. ഇതാണ് കല്ലാർകുട്ടി പാലം. കല്ലാർകുട്ടി പാലം അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. മൺസൂൺ കാലത്തായിരുന്നെങ്കിൽ നിറഞ്ഞൊഴുകുന്ന കല്ലാർകുട്ടി പുഴ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ. നിങ്ങൾ കരുതും വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളമില്ലാത്തതെന്ന്. എന്നാൽ ശരിക്കും അതല്ല. ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇവിടെ ഒരു ഡാമുണ്ട്, കല്ലാർകുട്ടി ഡാം. മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചിരിക്കുന്ന 141 അടി ഉയരമുള്ള മറ്റൊരു ഡാമാണ് കേട്ടോ കല്ലാർകുട്ടി ഡാം. 5 സ്പിൽവേ ഷട്ടറുകളുള്ള ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് 1961 കേട്ടോ. KSEB അണ്ടറിലുള്ള ഈ ഡാമിൽ നിന്നും 52.65 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ഒരുപാട് വിനോദസഞ്ചാരികൾ കല്ലാർകുട്ടി ഡാമിലെ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. കല്ലാർകുട്ടി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായിട്ട് മുൻപ് ഇവിടെ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ എന്നാൽ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒട്ടും തിരക്കില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ റൂട്ട് അടിമാലി ടച്ച് ചെയ്യാതെ നേരെ ആനച്ചാൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി മൂന്നാറിലേക്ക് വരുന്നവരെല്ലാം തിരക്കുറഞ്ഞ് ഈ റൂട്ട് തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.